ഗൈസ്, ഞാൻ വീഡിയോ ചെയ്യുന്നത് വെച്ചാൽ അച്ഛമ്മയുടെ സാരികൾ കാണിച്ചു തരാനാണ്. ഇതാണ് എൻ്റെ ചേച്ചിയുടെ സാരി. അല്ല, ചേച്ചിയുടെ സാരി എന്നാണ് പറയുന്നത്. അച്ഛമ്മയുടെ സാരികളാണ് ഇതെല്ലാം. എൻ്റെ ചേച്ചിക്ക് അമ്മ പറഞ്ഞു ഇതുകൊണ്ട് അടിച്ചു തരാം, അതിന് വേറെ ഒരു കാര്യമില്ല, ഇതുകൊണ്ട് തന്നെ നിനക്ക് അടിച്ചു തരും പറഞ്ഞിട്ട്. എനിക്കാണെങ്കിൽ നല്ല ഇഷ്ടം. ഞാൻ ചോദിച്ചപ്പോൾ അമ്മ അയച്ചു തന്നില്ല. പിന്നെ അത് ഈ കളറുണ്ട്, കുറേ കളേഴ്സായിട്ടുള്ളതുണ്ട്. പിങ്ക് ഉണ്ട്, ബ്രൗൺ ഉണ്ട്, പിന്നെ പർപ്പിൾ. സ്നേഹികൾക്കൊക്കെ പർപ്പിൾ ഉണ്ടാവും, കാരണം കുറേ പേർക്ക് പർപ്പിൾ ഇഷ്ടമാവും. പിന്നെ എനിക്ക് ബ്ലൂ കളർ നല്ല ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ ഇത് ഞാൻ ബ്ലൂ കളർ നോക്കിയിട്ടൊന്നുമല്ല, ഇതിൽ കാണുമ്പോൾ അങ്ങനെ മനസ്സിലാവാത്തതാണ്. കാണാൻ നേരെ കാണാൻ നല്ല രസമാണ്. പിന്നെ അത് കുറേ പിങ്ക് കളർ, എന്താ അത് പർപ്പിളാണ് തോന്നുന്നു. ഞാൻ പർപ്പിളാണ് അതൊക്കെ കാണിച്ചാൽ. പിന്നെ വെറുതെ ഇരിക്കണ്ടേ, എന്താ ചെയ്യുക. അച്ഛൻ വേണമെങ്കിൽ ഇതൊക്കെ എടുത്തിട്ട് പോക്കോ എന്നൊക്കെ പറയാറ് ഓരോ കാര്യങ്ങൾ. പക്ഷേ എന്താ പറയുക, അച്ഛൻ പറഞ്ഞു ഒരെണ്ണം തരില്ല, ഏതോ രണ്ടെണ്ണം തരില്ല. അത് അച്ഛമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടത് അത്ര അച്ഛൻ വാങ്ങി കൊടുത്തത്. പിന്നെ അതാ ഈ ബ്ലൂ കളർ, അതിനെ നേരം പോലെ കണ്ടാലേ മനസ്സിലാവുള്ളൂ. പിന്നെ എന്താ ചെയ്യുക, അലമാരയിൽ മുഴുവൻ സാരികളാണ്. അച്ഛമ്മയാണെങ്കിൽ ഇപ്പോൾ ഇതൊന്നും ഇടാറില്ലേ, കാരണം പിന്നെ അച്ഛമ്മ അതിൽ കുറേയൊക്കെ ഞങ്ങൾ എടുത്തിട്ട് പോയി തോന്നുന്നു. അത് ഞാൻ നിറയുന്നുണ്ട് കേട്ടോ, അവിടെ നിറയുണ്ട്. പക്ഷെ അച്ഛമ്മ മുഴുവൻ കട്ടിലാണ് ഇരിക്കുന്നത്. ഞങ്ങൾ പൊന്നേച്ചിക്ക് നോക്കാൻ വേണ്ടി എടുത്ത് വെച്ചതാണ്. പിന്നെ ഇത് ഇപ്പോഴത്തെ ഒരു മോഡലില്ലേ, ഇപ്പോഴത്തെ മോഡൽ സാരി, അതിൻ്റെ ഏകദേശം ഒരേ മോഡലാണ്. ഞാൻ തന്നെ ഞെട്ടി, ഇതെങ്ങനെ ഇങ്ങനത്തേക്കൊരു മോഡല്. പിന്നെ ഒരു ഓറഞ്ച് കളറായിട്ടുള്ളതുണ്ട്, അത്രയ്ക്ക് ബ്രൈറ്റ് അല്ല, എന്നാലും നല്ല രസമാണ് കാണാൻ. പിന്നെ യെല്ലോ കളറുണ്ട്. തൊട്ടപ്പുറത്ത് വയലിൻ ഇരിക്കുന്നുണ്ട്. വയലിൻ്റെ വീട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ നേരം പോലെ എനിക്ക് വയലിടാൻ പറ്റിയില്ല. പിന്നെ ആ യെല്ലോ ഇഷ്ടപ്പെട്ടില്ല, ചേച്ചിക്ക് ഇത് അത്ര ഇഷ്ടപ്പെട്ട്. അപ്പം ഞാൻ കാണിച്ചിരുന്ന സാരി 3 കളറുള്ളത്, അതാണ് എൻ്റെ ചേച്ചിക്ക് ഇഷ്ടമായത്. എനിക്ക് മാത്രം ഒന്നും തരണില്ല. എന്താ ഈ ഓറഞ്ച് എനിക്ക് ഇഷ്ടപ്പെട്ടു, മഞ്ഞ എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷെ ഒന്നും എനിക്ക് തരണില്ല. ഞാൻ എന്ത് ചെയ്യാറ്, വിഷമത്തോടെ ഇരിക്കുക ഞാൻ. എൻ്റെ മുച്ചേച്ചനെ വിളിച്ചിട്ടുണ്ടായിരുന്നു, മുച്ചേച്ചിയൊക്കെ സമ്മതിച്ചു. എന്താ ചെയ്യുക, ഓരോ കാര്യങ്ങൾ. പിന്നെ മുച്ചേച്ചി പറഞ്ഞു അതെടുത്തോടി എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അമ്മയാണെങ്കിൽ ഒന്നും എടുക്കാൻ സമ്മതിക്കണില്ല. ഞാൻ എന്ത് ചെയ്യാനാ, ഓരോ കാര്യങ്ങൾ. ഞാൻ എന്ത് ചെയ്യാനാ. പിന്നെ കുറേ സാരികൾ ഇരിക്കുന്നുണ്ട്, എല്ലാം ഞാൻ തുറന്നൊക്കെ കാണിച്ചു തരാം കേട്ടോ. പിന്നൊക്കെ കുറേ സാരികളൊക്കെ ചിലതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള കളർ, ബ്ലൂ, ഒരു ഡാർക്ക് ആയിട്ടുള്ളൊരു കളർ. ഇതാണ് പർപ്പിൾ സ്നേഹികൾക്കായിട്ട് പർപ്പിൾ കളർ. ഇത് കാണുമ്പോൾ ഇങ്ങനെ തോന്നുന്നുള്ളൂ ഓൾഡായിട്ട്, പക്ഷെ നല്ല രസമാണ് പർപ്പിൾ കാണാൻ. പിന്നെ പിങ്ക്, നല്ല നൈസ് തുണിയാണ്, അതൊക്കെ നല്ല തൊടുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളത്. അതിന് ശേഷം പിന്നെ ഒരു ബ്ലൂ, ഇത് ഞാൻ കാണിച്ചു തന്നാണല്ലേ. എനിക്കാണെങ്കിൽ ഇതിൻ്റെയൊക്കെ നോക്കിയിട്ട് ഇതിൻ്റെ ഭംഗി മാറണില്ല. എന്താ ചെയ്യുക, ഓരോ കാര്യങ്ങൾ. പിന്നെയും കുറേ ഉണ്ട്. പിന്നെ കുറേ എണ്ണൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് അച്ഛമ്മ ഇതൊക്കെ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുക. അച്ഛമ്മ എടുത്ത് വെച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്യണം പറഞ്ഞപ്പോൾ അച്ഛമ്മ വീണ്ടും അത് പുറത്തെടുത്ത് വെച്ചു. ഇതിൻ്റെ തുണി ഏകദേശം അതിൻ്റെ പോലെ തന്നെയാണ്. ഈ തുണി നല്ല രസമാണ്, നൈസ് തുണിയാണ്. ഈ തുണിയും എന്താ പറയുക, മറ്റേ തുണി ഏകദേശം ഒരേപോലെ തന്നെ. അതിൻ്റെ ആ ഡിസൈനൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് കേട്ടോ. അതൊക്കെ നല്ല രസമാണ് കാണാൻ. പിന്നെ ഇതാണ് എൻ്റെ അച്ഛമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട തുണി, ഒരു പർപ്പിൾ പിൻ, അതിലൊരു ഗ്രീൻ കളറാണ്. പിന്നെ അതാണ് റെഡ് കളർ, അല്ലേ ഡാർക്ക് റെഡ്, എന്നുവെച്ചാൽ ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള കളറാണ് റെഡ്. എന്താ ചെയ്യുക, പിന്നെയും കുറേ ഉണ്ട്. പിന്നുള്ളതൊക്കെ പിങ്ക്, യെല്ലോ, ഡാർക്ക് ഗ്രീൻ, ഡാർക്ക് ബ്ലൂ, ലൈറ്റ് ബ്ലൂ, വൈറ്റ്, പിങ്ക്, ബ്ലാക്ക്. അല്ല, ബ്ലാക്ക് അത്രയ്ക്ക് ഉണ്ടാവില്ല, അച്ഛനും ബ്ലാക്ക് അത്ര ഇഷ്ടമല്ല. ആ വൈറ്റ് സാരി ഞാൻ കാണിച്ചു തരാം കേട്ടോ ഒന്നുകൂടി. അതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതിൻ്റെ ഡിസൈനാണെങ്കിൽ നല്ല രസമുണ്ട്. അതൊരു വൈറ്ററല്ല, ഒരു വൈറ്റിഷ് കളറാണ്. പിന്നെ ഒരു സിമെൻ്റ് കളർ മിക്സ് ആയിട്ടുള്ള. പിന്നെ യെല്ലോ, ഇത് വേറൊരു കളറാണ്. മുമ്പത്തെ യെല്ലോ അല്ല അത്. പിന്നെ ഇതാണ് ഞങ്ങളെ അച്ഛമ്മയ്ക്ക് മുമ്പത്തെ ഓണത്തിന് വാങ്ങി കൊടുത്താണ് അത് അച്ഛമ്മയ്ക്ക്. അച്ഛമ്മ ഇപ്പോൾ ഇതൊക്കെ സൂക്ഷിച്ച് തന്നെ, കച്ചമടയിൽ കുറേ ഉണ്ട്, ഞങ്ങളെല്ലാം എടുക്കും. പിന്നെ പർപ്പിള്, ഈ നീലയുടെയും പർപ്പിളിൻ്റെയൊക്കെ അതേ തന്നെയാണ് ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ തുണിയും അതിൻ്റെ തുണിയൊക്കെ ഏകദേശം ഒരേ മെറ്റൽ തന്നെയാണ്. പിന്നെ ഇതൊക്കെ ഏകദേശം ഒരേ വന്ന് തന്നെ, പക്ഷേ ഇത് ഞാൻ കാണിച്ചു തന്നതാണ്. ഇതിൻ്റെ ഒരു ഡിസൈൻ ഉള്ളിൽ ഇങ്ങനെയാണ്. ഈ ഡിസൈൻ കാണിച്ചു തരണം കണ്ടോ, ഇത് ഡിസൈൻ ഉള്ളിൽ കാണാൻ തോന്നുന്നുണ്ടോ. പുറത്ത് വേറെ കാണുന്നുള്ളൂ, പക്ഷെ ഉള്ളിൽ നോക്കിയാൽ നല്ല രസമാണ്. പിന്നെ യെല്ലോ തന്നെ, എന്നാൽ പിന്നെ ഡിസൈനൊന്നുമില്ല, പക്ഷേ തുമ്പത്തെ ഡിസൈനൊക്കെ നല്ല രസമാണ്, നല്ല ക്യൂട്ട് ഡിസൈൻസൊക്കെ ഉണ്ട്. പിന്നെ കുറേ നല്ല പിങ്ക്
കളറൊക്കെ ഉണ്ട്, പിങ്ക് കളറ്. 2 പിങ്ക് ഞാൻ കാണിച്ചിട്ടുണ്ട് തോന്നണം. ചിലപ്പോൾ ഞാൻ കുറേ കാണിച്ചിട്ടുണ്ടാവും. ഇനി വേളയുടെ പർപ്പിൾ ഇരിക്കേണ്ടത് അറ്റത്ത്. പിന്നെ വേറെ കളറൊക്കെ ഉണ്ട്. പിന്നെയുള്ള കളറാണിത്. ഇത് അച്ഛമ്മയ്ക്ക് നല്ല ഇഷ്ടപ്പെട്ട തുണിയാണ്. ഇതായത് തുറക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും. നല്ല രസമാണ് ഇതൊക്കെ കാണാൻ. നല്ല രസം എന്ന് വെച്ചാൽ കുറച്ച് നല്ല ഭംഗിയാണ് അതൊക്കെ കാണാൻ. ഞാനാണെങ്കിൽ ഇതൊന്നും നോക്കിയിട്ട് എനിക്കാണെങ്കിൽ ഇതിൻ്റെ പൂതിയും മാറണില്ല. എന്താ ചെയ്യുക ഓരോ കാര്യങ്ങൾ. എന്താ അതിൻ്റെയൊക്കെ തുമ്പിൽ കുറേ വള്ളികളൊക്കെ കിടക്കുന്നുണ്ട്. അച്ഛമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് സാരി ഇതാണ് അച്ഛമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് സാരി. ഞാൻ എന്ത് ചെയ്യാന്നെ. പിന്നെ ഉള്ളൊരു ഈ കളർ, പക്ഷേ എനിക്ക് അത് ഇഷ്ടപ്പെട്ടു. എന്നാലും അങ്ങനെ ഇല്ല, ചിലപ്പോൾ അത് അടിച്ചാൽ നല്ല രസം ഉണ്ടാവും. പക്ഷേ ഈ പിങ്ക് അതെനിക്കത് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. എന്നാലും അച്ഛമ്മയ്ക്ക് അതിൻ്റെ ഇഷ്ടപ്പെട്ടത്. അച്ഛമ്മയ്ക്ക് അങ്ങനത്തെ കളറൊക്കെ നല്ല ഇഷ്ടമാണ്. അച്ഛന് പിന്നെ അങ്ങനത്തെ കളർ എടുത്തു കൊടുക്കുള്ളൂ. അച്ഛൻ അത് ഈ പിങ്കൊക്കെ എന്തിനാ അങ്ങനെ പറയാം അച്ഛൻ. അത് നല്ല ഡാർക്ക് കളറാണ്, കേട്ടില്ല അല്ലേ? എന്താണെന്ന് വെച്ചൊരു ഡാർക്ക് കളറായിട്ടാണ് ഞാൻ വെറുതെ പറഞ്ഞായിട്ടാ. എന്നുവെച്ചൊരു പ്രേതാലയം പോലെ. പിന്നെ അതെ ഈ കളറൊക്കെ ഉണ്ട്. പ്രേതാലയം ഉദ്ദേശിച്ചത് ഞാനൊരു അങ്ങനത്തെ ഒരു ഏകദേശം ഒരു കളർ തന്നെയാണ് കേട്ടോ. പിന്നെ ഇവിടെ മുഴുവൻ സാരികളാണ്. അച്ഛമ്മ അതൊക്കെ എടുത്ത് വെക്കണം. പാവച്ചമ്മ അലമാരയിൽ അലമാരയിൽ ഇങ്ങനെ കൊള്ളണേ. അലമാരയിൽ എന്താ പറയുക നിറയെ സ്ഥലം ഉണ്ടായത് കാരണം അച്ഛമ്മ അങ്ങനെ എല്ലാം അടുക്കി വയ്ക്കും. അടുക്കിയിരിക്കണം. നല്ല രസമാണ്. കുറേ ഉണ്ട്. എനിക്കാണെങ്കിൽ ഇതങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കാം ഞാൻ. വേറെ ഇത് നല്ല രസമുണ്ടല്ലേ അച്ഛമ്മ, ഇത് നല്ല രസമുണ്ടല്ലേ, ഇത് നല്ല ഇഷ്ടപ്പെട്ടതാ. ഇതാണ് എൻ്റെ ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടത്. ചേച്ചിയാണെങ്കിൽ ഇതൊന്നും വിടണേ ഇല്ല. ഒരു വട്ടി സാരി കണ്ടത് എൻ്റെ ചേച്ചിക്ക് ഇതിൻ്റെ പുതിയ മാറില്ല. അതെന്നെ പിടിച്ചുകൊണ്ട് കെട്ടിപ്പിടിച്ചിരിക്കുകയായിരുന്നു. അതന്നെ വേണമെന്ന്, വേറൊന്നും വേണ്ടാത്രേ. എന്തോന്നാണ് അതിനിപ്പോൾ എന്താ പ്രത്യേകത എന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടാ. എൻ്റെ മുച്ചേച്ചും പറഞ്ഞു നല്ല രസമുണ്ടല്ലോ പറഞ്ഞു. എനിക്കൊന്നും ഇഷ്ടപ്പെട്ടു അങ്ങനെ പറയാൻ പറ്റില്ല. എനിക്കത്ര ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. പർപ്പിള്, ബ്ലൂ, ഞങ്ങൾ അങ്ങനത്തെ ലൈറ്റ് ബ്ലൂ, പിന്നെ ഒരു സിമെൻറ്റ് കളറ്, ഒരുപോലെ സിമെൻറ്റ് പറയുന്നത് ഏകദേശം അങ്ങനെ തന്നെ ഒരു സിമെൻറ്റ് കളർ തന്നെയൊക്കെ. എൻ്റെ യഥാർത്ഥ കളറാണെങ്കിൽ നേരെ കാണണം. പക്ഷെ വീഡിയോ ആയ കാരണം അത്രയ്ക്ക് ക്ലിയറായിട്ട് കാണാൻ പറ്റില്ല. പിന്നെയും കുറേ ഇതാണ് യെല്ലോ, നല്ല ബ്രൈറ്റ്. നിങ്ങൾക്ക് ഇതിൽ നോക്കുമ്പോൾ നല്ല ബ്രൈറ്റ്, ഇതെന്തിനും ഉള്ളു എന്നൊക്കെ വിചാരിക്കും. പക്ഷെ നേരെ കാണുമ്പോൾ അത്ര ബ്രൈറ്റ് ഒന്നും ഇല്ല, നല്ല രസമാണ്. അപ്പോൾ ഇത്ര ഇന്നത്തെ വീഡിയോ. ഞാൻ എന്ത് ചെയ്യാനാ, ഞാൻ വെറുതെ അച്ഛമ്മയുടെ കളക്ഷൻസൊക്കെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എടുത്തത്. പിന്നെ ചേച്ചിക്ക് ഓണത്തിനത് ഏതെങ്കിലുമൊക്കെ എടുക്കുമായിരിക്കും, അറിയില്ല. ഏതെങ്കിലുമൊക്കെ എടുത്താൽ ഭാഗ്യം. ഞാൻ എന്ത് ചെയ്യാനാ, ഞാൻ പറഞ്ഞ ആരും കേൾക്കുമൊന്നുമില്ല. ഞാൻ പറയതെടുക്കാൻ എൻ്റെ ചേച്ചിക്കാണെങ്കിൽ അതൊന്നും ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് ഇതൊക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ്. ഞാൻ അതെടുക്കട്ടെ ചോദിച്ചത്, എൻ്റെ ചേച്ചി എടുക്കാൻ സമ്മതിച്ചിട്ട്. അല്ല എൻ്റെ ചേച്ചി എന്ന് എൻ്റെ അമ്മ എടുക്കണ്ട പറഞ്ഞു. അതൊന്നും വേണ്ട, നല്ല ബ്രൈറ്റ് കളർ, അതൊന്നും വേണ്ട. പിന്നെ അമ്മ പറയണു എൻ്റെ ചേച്ചി എടുത്ത് എടുക്കാൻ. എൻ്റെ ചേച്ചി എടുത്ത് എടുക്കാൻ പറയുമ്പോൾ അതത്ര ബ്രൈറ്റ് ഒന്നും അല്ലടി പറയും. ഞാൻ എടുക്കുക അപ്പോൾ അത് നിനക്ക് രസം ഉണ്ടാവില്ല, അത് നല്ല ബ്രൈറ്റാ പറയും. ഞാൻ എന്ത് ചെയ്യാനാ, എൻ്റെ അമ്മ ഇങ്ങനെ ആയിപ്പോയി. എൻ്റെ അമ്മ ഇങ്ങനെ എന്താ ചെയ്യുക. ഇതെല്ലാം കാണിച്ചു തന്നു. കുറേ സാരികളിരിക്കുന്നുണ്ട്, ബ്ലൂ കളറ് സാരികളിരിക്കുന്നുണ്ടല്ലോ. കുറേ ബ്ലൂ കളറുണ്ട്. കുറച്ച് കട്ടി ടൈപ്പാണ് എന്നുവെച്ചാൽ ഇതുപോലെ ഇങ്ങനെ പറയണ്ടെന്ന് അറിയില്ല. പിന്നെന്താ, ഈ വീഡിയോ കുറേ സാരികൾ കാണണം. ഇത് കുറേ എടുത്തു ഞാൻ. ഇതിലെല്ലാത്തിനും ബ്ലൗസൊക്കെ ഉണ്ട് കേട്ടോ. അച്ഛൻ എല്ലാത്തിൻ്റെയും ബ്ലൗസൊക്കെ എടുത്ത് വയ്ക്കും. അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്തത് ഇത് മാത്രം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് ഈ വീഡിയോ എടുത്തത്. അപ്പം അച്ഛമ്മയുടെ കളക്ഷൻസൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാനതിൽ പറക്കിക്കൊണ്ട് പോകും തോന്നുക. അപ്പോൾ നല്ല ഇഷ്ടപ്പെട്ടതാണ്. അപ്പോൾ ഇത്ര ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാം. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ബൈ.